അഭിമന്യു വധക്കേസിൽ വിചാരണ നീട്ടാനുള്ള നീക്കങ്ങൾ തുടർന്ന് പ്രതിഭാഗം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. കേസിലെ 16 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. അധിക കുറ്റം വായിച്ചു കേൾപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഹാജരാകാതിരുന്ന പ്രതികൾ ഇന്നും ഹാജരായില്ലെങ്കിൽ വാറണ്ടാകും. വിവരങ്ങളുമായി നിഷ ദിലീപ് വീണ്ടും ചേരുകയാണ്. നിഷ, എന്താണ് ഈ വാർത്ത? പറയൂ. കൃഷ്ണരാജ്, ഈ അഭിമന്യു വധക്കേസിലെ വിചാരണ മാക്സിമം നീട്ടിക്കൊണ്ടു പോകാനാണ് ഈ പ്രതിഭാഗം ശ്രമിക്കുന്നത്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ കോടതിയിലെത്തുന്ന പ്രതികളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കും, അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്ന പ്രതിഭാഗത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. എന്തായാലും അധിക കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ഈ കേസിലെ 16 പ്രതികൾ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു, പക്ഷേ ഹാജരായില്ല. ഇന്ന് ഇപ്പോൾ ഈ അധിക കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനായി കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് ഹാജരാകണമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഇന്ന് ഹാജരായില്ലെങ്കിൽ പ്രതികൾക്ക് വാറണ്ട് ഉണ്ടാകും. എന്തായാലും 2018 ജൂലൈയിലാണ് മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ പ്രതികൾ പലതവണ വിടുതൽ ഹർജികളൊക്കെ നൽകിക്കൊണ്ട് കേസിൽ നിന്നും ഈ വിചാരണയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതിനെ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ അഭിമന്യുവിൻ്റെ കുടുംബവും ശക്തമായി തന്നെ എതിർത്തിരുന്നു. എന്തായാലും ഈ പല പ്രതികളും കോടതിയിൽ കൃത്യമായി ഈ കേസ് വിളിക്കുമ്പോൾ ഹാജരാകാറില്ലായിരുന്നു. മാത്രമല്ല, ഈ വിടുതൽ ഹർജികളൊക്കെ നൽകിക്കൊണ്ട് ഇത് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചിരുന്നു. IPC സെക്ഷൻ 323 അധിക കുറ്റകൃത്യങ്ങൾ കൂടി ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടികളാണ് ഇന്നു മുതൽ കോടതിയിൽ ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും 4 മാസത്തിനകം തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പുറപ്പെടുവിക്കാനായി ഹൈക്കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷ്ണരാജ്.